ഗുണ്ടിൽപേട്ട നഗരം കഴിഞ്ഞ് ഗ്രാമവഴികളിലൂടെ ഒന്ന് സഞ്ചരിക്കണം എന്ന് വിചാരിച്ച് സഞ്ചരിച്ചപ്പോഴാണ് ഇത്തരം ഒരു കാഴ്ച. കാഴ്ച മറ്റൊന്നുമല്ല, കുറച്ച് ഇഞ്ചി ചെടികൾക്കിടയിലൂടെ രണ്ട് കന്നുകാലികളെ വെച്ചുകൊണ്ട് ഒരാൾ കലപ്പ കൊണ്ട് ഉഴുതുമറിക്കുന്നു. എന്താണ് കാര്യം നോക്കിയപ്പോഴാണ് ഇതാണ് കാഴ്ച. ചെടികൾക്കിടയിലെ പുല്ലുകളെ നീക്കം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എത്ര കൃത്യതയോട് കൂടിയാണ് ഈ കന്നുകാലികൾ ഇതുവഴി ഇങ്ങനെ നടക്കുന്നത്. ഒരു ഇഞ്ചി ചെടിക്ക് പോലും ഒരു പോറലും ഏൽക്കാതെയാണ് നടത്തം. നമ്മൾ ഏറെ ബുദ്ധിമാന്മാരാണെന്ന് പറയപ്പെടുന്ന മലയാളികൾ ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കണം. നമുക്ക് ഇത്തരം കളകളൊക്കെ നീക്കം ചെയ്യണമെങ്കിൽ അതൊക്കെ ആളുകളെ വെച്ചുകൊണ്ട് മാത്രമേ ചെയ്യാനാവൂ. എന്നാൽ ആളുകളെ വെച്ചുകൊണ്ട് ചെയ്താൽ ഈ പണിയൊന്നും കൂലിയും ചെലവും കൂട്ടുമ്പോൾ ഒരു വിധത്തിലും ഒക്കാതെ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ കൃഷിയിൽ നിന്നും അകന്നു പോവുകയാണ്. എല്ലാ ജോലികളും യന്ത്രവൽക്കരണം പറ്റുന്നതല്ല. അതിന് ഇത്തരം ചില ചെറിയ വിദ്യകളൊക്കെ കണ്ടു പഠിക്കണം. അതൊക്കെയാണ് ഈ യാത്രയിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഗുണപാഠം. അത് കഴിഞ്ഞു നേരെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. എല്ലാം കൃഷിഭൂമി തന്നെയാണ്. വിളവെടുപ്പ് കഴിഞ്ഞവയും ഇനി വിളവെടുക്കാൻ നിൽക്കുന്നവയുമായി അത് അങ്ങനെ പരന്നു കിടക്കുകയാണ്. നോക്കത്ത ദൂരത്ത് പരന്നു കിടക്കുന്ന പൂപ്പാടങ്ങൾ എല്ലാം ചെണ്ടുമല്ലി തന്നെയാണ്. കന്നുകാലി വളർത്തലും കൃഷിയുമാണ് ഇവിടുത്തെ പ്രധാന ജോലികൾ. വീടുകളൊക്കെ നന്നേ കുറവാണ്. അങ്ങനെ ഇവിടെ തരക്കേടില്ലാത്ത ഒരു വീട് ഏതോ ഒരു കർഷകൻ്റെതാണ് തോന്നുന്നു. ഈ വയൽ ശേഖരങ്ങളിലൊക്കെ എത്രയോ തവണ പണിയെടുത്ത് ക്ഷീണിച്ച ഒരു ട്രാക്ടർ. വീണ്ടും കൃഷി തന്നെ. വീണ്ടും പൂപ്പാടം. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു.